കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ? നിങ്ങൾക്ക് ഇത് എങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ സാധിക്കുന്നത്? വേറെ വല്ലവരുമാണോ ചെവുകുറ്റി അടിച്ചു പൊട്ടിച്ചാൽ നമ്മളെ കാര്യം പറയാലോ. ഇതുണ്ടാക്കിയവരെ നിനക്കറിയാലോ, നോക്കടാ. അവൻ എന്നെ ആങ്കറിനെ അടിച്ചു പൊട്ടിക്കാൻ വരുന്നല്ലേ? നീ നോക്ക്, ഗർഭമാക്കിയ കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സത്യം ഇത് നിന്റെ കൂട്ടുകാരനെ കണ്ണാടി വെച്ച രണ്ട് ഉണ്ടക്കണ്ണുള്ള അവൻ തന്നെയല്ലേ ഇട്ടേക്കുന്നത് അതുല്. അപ്പൊ ഇതുണ്ടാക്കിയവനെ നിനക്ക് അടിക്കണ്ട. എന്നെയും കേട്ടോണ്ടിരുന്ന എന്നെയും ആങ്കറിനെ മാത്രം നിനക്ക് തല്ലിയാൽ മതി. എടാ നാണവ ഇല്ലാത്തവനെ, നീ ആണാണെങ്കിൽ അവന്റെ ചെവിക്കൽ പറിച്ച് അടിക്കേണ്ടത്. ഇതുണ്ടാക്കിയവൻ ഇവനാണ്, ഞങ്ങളാരുമല്ല. ആ പെൺകുട്ടി എന്നോട് ചോദിച്ചതാണ്. എനിക്ക് ഇത് എന്നെ പറ്റിയാണ് പറയുന്നത്. നീ വളർത്തുമകന്റെ കാര്യം പറഞ്ഞല്ലോ, ആണടാ എന്നെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് പ്രതികരിക്കണ്ടേ? ഇതുണ്ടാക്കിയവൻ നിന്റെ കൂട്ടുകാരനാ, തൊപ്പി വെച്ചവനെ. നീ അവന്റെ മോന്തക്കുട്ടിക്കാണ് ചെന്ന് അടിക്കേണ്ടത്. അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവൻ അവനാണ്. ഓൾറെഡി ഈ നാശം പിടിച്ച അതുലിനെതിരെ ഓൾറെഡി ഒരു FIR കേസ് കിടപ്പുണ്ട്, അത് കോടതിയിലാണ്. എന്നിട്ടും ഇവൻ ഇങ്ങനെ തന്നെ ഈ നാണമില്ലാത്ത നാശം പിടിച്ച ശരീരം വിറ്റ കഥ അടക്കം പുറത്തു വിട്ടെന്ന് ഇവന്റെ വീട്ടിലെ ഗൈസ്. അപ്പോൾ എല്ലാവരും കേട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എൻ്റെ കുറച്ച് അഭിപ്രായം കൂടി ഉണ്ട് കേട്ടോ. അതായത് ഈ രേണു സുധി തന്നെയാണ് ഈ ഒരു ടോപ്പിക് ഇപ്പോൾ കൊണ്ടുവന്നത്. ആക്ച്വലി ആർക്കും ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു കാര്യങ്ങളും ഇല്ലാതെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം കിച്ചു അവൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സഡൻലി രേണു സുധിക്ക് പൈസയ്ക്ക് ആവശ്യം വന്നത്. ഈ ഒരു വീഡിയോയുടെ സത്യാവസ്ഥയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈസയ്ക്ക് ആവശ്യം വന്നപ്പോൾ എന്താണ് ഇപ്പോൾ റീച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കണ്ടന്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ കിച്ചു തന്നെയാണ്. അപ്പോൾ കിച്ചുവിനെ കുറച്ച് രണ്ട് തെറി പറഞ്ഞാലോ, അല്ല കിച്ചുവിനെ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ബിസിനസ്സും ഒന്ന് തകരും. അതുപോലെ തന്നെ പുള്ളിക്കാരിക്ക് കുറച്ച് റീച്ചും കിട്ടും. അല്ലെങ്കിൽ അത് പറഞ്ഞ് കുറേ ആൾക്കാർ വീഡിയോ ഇടുന്നു. പുള്ളിക്കാരിക്ക് ഓൾറെഡി അറിയാം എന്തുകൊണ്ട് ഇവര് ഈ അതുൽ ഇട്ട ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിനെ ഇവരും തമ്മിലാക്കി റീച്ചിന് വേണ്ടിയിട്ടല്ലേ. ആൻഡ് ഓൾസോ ഈ വീഡിയോ കണ്ട, അതായത് ഇവരുടെ ഈ രണ്ട് ഇന്റർവ്യൂസും കണ്ട ചോറ് തിന്നുന്ന എല്ലാവർക്കും മനസ്സിലാവും കംപ്ലീറ്റ്ലി കിച്ചുവിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കിച്ചു വരാത്തതിൽ വിഷമമുണ്ടോ? കിച്ചു വന്നോ? പിന്നെ കിച്ചു ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചായിരുന്നോ? പിന്നെ അവൻ എന്താ ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ രേണുസുധി ഇവിടുന്ന് ഞാൻ 11 വയസ്സ് മുതൽ നോക്കിയ കുട്ടിയാണ്, അച്ഛമ്മ വളർത്തി വഷളാക്കിയതാണ്, മറ്റതാണ് മറിച്ചതാണ്, സുധിച്ചേട്ടൻ അറിയാം, അങ്ങനെയാണ്, അവരുടെ വീട്ടുകാർ വിളിച്ചില്ല, മറ്റവർ അങ്ങനെ കംപ്ലീറ്റ്ലി വന്നിരുന്നു കുറ്റം പറയലാണ് ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ആ വീഡിയോയിൽ ചോദിക്കാം അല്ലേ? നിങ്ങളുടെ അസുഖം എങ്ങനെയാണ് ഇതിനെ സർവൈവ് ചെയ്തത്, ലൈക്ക് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ബിസി സ്കെഡ്യൂളിൽ നിന്ന് ഇങ്ങനെയൊക്കെ മാറിയപ്പം എന്താണ് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്നവർക്കൊക്കെ എന്ത് മോട്ടിവേഷൻ, അങ്ങനെയൊക്കെ എത്ര നല്ല ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ആ ഇന്റർവ്യൂവിൽ അവർക്ക് ചോദിക്കാം. പക്ഷെ ഇതൊന്നും ചോദിക്കുന്നില്ല. അപ്പൊ കിച്ചുവിനെ അവൻ ഇനി ബിഗ് ബോസ്, അതിൻ്റെ ഇടയ്ക്ക് ഇന്റർവ്യൂവർ ചോദിക്കുകയാണ്, കിച്ചു ഇനി ബിഗ് ബോസിൽ പോകാനായിരിക്കും അവൻ ഈ കാര്യങ്ങൾ. ആക്ച്വലി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കിച്ചു ഒരിക്കൽ പോലും ഇങ്ങോട്ട് വന്നിട്ട് അവന് വേണമെങ്കിൽ അവൻ്റെ യൂട്യൂബ് ചാനലിൽ കുറേ വീഡിയോ ഇട്ട് രേണുസുധി കിച്ചുവിനെ പറയുന്നത് പോലെ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് റീച്ച് കയറും. കാരണം രേണുസുധിനെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇഷ്ടപ്പെടുന്നതിലും കൂടുതൽ. അപ്പം ഹെയ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവനോട് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിൽ കുറേ ആൾക്കാർ അവനെ സപ്പോർട്ട് ചെയ്യും, അവനെ സ്നേഹിക്കും, അവന് റീച്ച് കിട്ടും, അവന് ഈ ഒരു യൂട്യൂബിൽ നിന്ന് തന്നെ മണി ഉണ്ടാക്കാം. പക്ഷെ അവൻ അങ്ങനെയല്ല. അവൻ ഓൺ ബിസിനസ് തുടങ്ങി യൂട്യൂബിലെ നമ്പർ ഓഫ് വീഡിയോസ് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ് അവൻ്റെ. അതുപോലെ തന്നെ അവനിപ്പം ഇനാഗ്രേഷനും കാര്യങ്ങളും ഒക്കെ പോകുന്നുണ്ട്. അവനൊന്ന് ജസ്റ്റ് ഒന്ന് വളരാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവനെ അങ്ങ് ചവിട്ടി താഴ്ത്താനാണ്. നിങ്ങൾ ഇപ്പോൾ ആ ഇരിക്കുന്ന വീട് നിങ്ങൾ പറയുന്നുണ്ട്, ഇവരെ ഈ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ മോൻ്റെ വീടാണ്. മോൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ചെറിയ കൊച്ചിൻ്റെ മാത്രം പേരിലല്ല ആ വീട്. ആ വീടെന്ന് പറയുന്നത് കിച്ചുവിൻ്റെ ആ ചെറിയ കൊച്ചിൻ്റെയും കൂടെ പേരിലാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്ന ആ കൊച്ചിന് മാത്രമല്ല അവകാശം, ഇപ്പോൾ കംപ്ലീറ്റ്ലി അവകാശം കിച്ചുവിന് തന്നെയാണ്. അപ്പോൾ കിച്ചുവിൻ്റെ ഔദാര്യത്തിലാണ് അവിടെ ജീവിക്കുന്നത്, അല്ലാതെ നിങ്ങളുടെ കെട്ടിയോൻ്റെ ഔദാര്യത്തിലാണ്. പക്ഷേ ഇപ്പോൾ മോസ്റ്റ്ലി ഒരു 50% കൂടുതൽ കിച്ചുവിൻ്റെ ഔദാര്യത്തിലാണ് അവിടെ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചൊക്കെ പറയുന്നുണ്ട്. കുടുംബക്കാരൊക്കെ അല്ലെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ അവിടെ താമസിക്കും ഇനി എന്തായാലും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം അതിൻ്റെ ഒരു ധ്വനി എന്ന് പറയുന്നത് കിച്ചുവിന് എന്തായാലും ആ വീടും കാര്യങ്ങളും ഒന്നും കൊടുക്കാനായിട്ടുള്ള താല്പര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ളതും. അതുപോലെ തന്നെ ഇവർ പറയുന്നുണ്ട്, അതെ എൻ്റെ കെട്ടിയോൻ അങ്ങേരെ മരിച്ചു, അങ്ങേരുടെ ബന്ധുക്കാരുമായിട്ട് അല്ലെങ്കിൽ അങ്ങേരുടെ വീട്ടുകാരുമായിട്ടുള്ള ബന്ധവും ഞാൻ നിർത്തി എന്നുള്ളത്. അപ്പം
അവിടെ എന്ത് വിലയാണ് ആ ശ്രുതിക്ക് കൊടുക്കുന്നത്? ഇത്രയും നാളും എൻ്റെ ശ്രുതിച്ചേട്ട, അല്ലെങ്കിൽ അത് പറയുമ്പോഴത്തേക്ക് ഇന്റർവ്യൂവിലൊക്കെ അങ്ങ് കരയുമായിരുന്നു. എൻ്റെ മോന് കിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു പാട്ട് പാടണമെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണുനീര് വരാത്ത കണ്ണുനീര് എഴുതി അവിടെ ഇങ്ങനെ വറ്റിച്ച് വരുത്തുന്നതൊക്കെ കണ്ടു. പക്ഷെ ആങ്കർ ഭയങ്കര ജെനുവിനായിട്ട് കരഞ്ഞിട്ടുണ്ട് കേട്ടോ. ആങ്കർ കഷ്ടപ്പെട്ട് തുടക്കം മുതൽ അവസാനം വരെ കഷ്ടപ്പെട്ടിരുന്ന് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പൊ ഈ ഒരു തംബ്നെയിൽ എന്ന് പറയുന്ന സംഭവം അന്ന് നിങ്ങൾ, അതായത് അതുൽ എന്ന് പറയുന്ന വ്യക്തി അന്ന് ഇട്ട സമയത്ത് നിങ്ങൾ ആ ഒരു തംബ്നെയിലിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഇന്ന് ഇത്രയും കാലം കഴിഞ്ഞിട്ട് അത് എടുത്തുകൊണ്ട് വന്ന് സംസാരിക്കുന്നത് ആരാണ്? എല്ലാ സംഭവവും തീർന്നു കഴിയുമ്പോൾ ആരാണ് കുത്തിപ്പൊക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് റീച്ച് വേണം. നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ വിചാരിച്ചു കിച്ചുവിനെ ഇങ്ങനെ പറയാം, എന്തെങ്കിലും തംബ്നെയിൽ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ഇതങ്ങ് കൊണ്ടുവന്നു. ഇനി ഇത് വന്നു, അപ്പൊ ഇനി കുറച്ച് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അങ്ങ് നിൽക്കാം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു ക്യാൻസർ ആണ്, ആ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ് നിങ്ങൾ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ റെസ്റ്റ് വേണം, നമ്മൾ പ്രാർത്ഥിക്കണം, അങ്ങനെയൊക്കെ വളരെ എന്താ പറയുക സന്തോഷത്തോടെ ഇരിക്കേണ്ട ഒക്കെ സമയമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പൈസയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് പറഞ്ഞ പൈസ കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പൈസ അവർ തന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം ഒരു വോയിസ് ക്ലിപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞതാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് സത്യാവസ്ഥയാണോ അല്ലയോ എന്നുള്ളതൊന്നും അതൊന്നും ഇവിടെ റിവീൽ ചെയ്തിട്ടില്ല കേട്ടോ. അത് സത്യമാണോ അല്ലയോ എന്നൊന്നും ഇവിടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. കാരണം അവിടെ വിളിച്ചു ചോദിച്ച എന്തിനാണ് എന്നൊക്കെയാണ്. പിന്നെ ഷഫീന ബീബിനെ കുറച്ചധികം സംസാരിക്കുന്നുണ്ട്. ഷഫീന ബീബി എങ്ങാണ്ട് UK എങ്ങാണ്ട് പോയി, ദുബായിൽ പോയി, അവിടെ പോയി വേറെ പരിപാടിയായിരുന്നു എന്നൊക്കെ. ഇപ്പം എന്തായാലും രേണു ഒരു പറയുന്നുണ്ട്, എനിക്ക് നെഗറ്റീവ് റീച്ച് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ബിസിനസ്സൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. എന്നാണോ ദുബായിലായിരിക്കാം. അപ്പോൾ ബിസിനസ്സൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ബിസിനസ് തുടങ്ങാനാണ് നിങ്ങൾ പ്ലാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തുടങ്ങി പോവുക. നിങ്ങളൊരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം സംസാരിക്കുക. അല്ലാതെ നിങ്ങൾ ആ കൊച്ചിനെ ഇങ്ങനെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങളുടെ നല്ല രീതിയിൽ നിങ്ങളെ നാട്ടുകാരെടുത്തിട്ട് അലക്കും. ഇതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാൻ കഴിച്ചു, ഞാൻ സൈഡിലൊന്നും കൊടുക്കുന്നില്ല. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, കുറേ ആയി യൂട്യൂബ് തുറക്കാമായിരുന്നു, ഇനി അതും നിർത്തി സർക്കാരൊന്ന് ഇങ്ങനെയുള്ള ചാനലൊന്നും പൂട്ടിക്കുമോ, വെറുതെ ഇരുന്ന് പണം കിട്ടി ശീലമായി എന്നുള്ള ഒരു കമൻറ്റാണ് കേട്ടോ. രോഗം ഭേദമായാൽ സുവിശേഷ പ്രസംഗം നടത്തുമെന്ന് പറഞ്ഞതായിരുന്നു. രോഗം ഭേദമായി ഗൈസ്, സുവിശേഷ പ്രസംഗം തുടങ്ങി. അപ്പം ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ രോഗം ഭേദമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സുവിശേഷയാകാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ല രീതിയിലുള്ള വായിന്നുള്ള സാധനങ്ങളാണ് വരുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. രേണുവിനെ കുറ്റം പറയുന്നവർക്ക് ഇതേപോലെ തന്നെ കൊടുക്കണം മറുപടി. അങ്ങനെ രേണുവിനെ സപ്പോർട്ട് ചെയ്തൊരു കമൻറ്റും വന്നിട്ടുണ്ട്. സുവിശേഷ പ്രസംഗം ആരംഭിച്ചു, ഇങ്ങനെയുള്ള മാരണം കാരണം ഫേസ്ബുക്ക് യൂട്യൂബ് തുറക്കാൻ വയ്യ അവസ്ഥയായിപ്പോയി. ഇതിനെതിരെ ശക്തമായി നടപടിയെടുക്കണം. ഇതേപോലെ എന്തിന് മറ്റുള്ളവരെ വെറുപ്പിക്കുന്നു? പറയാനുള്ളത് നേരിട്ട് പറയുക, നേരിട്ട് ഫോൺ വിളിച്ച് പറയുക. പൊതുജനങ്ങൾ വിഷമിക്കുന്നത് എന്തിനാ? അത് കറക്റ്റായ ഒരു കാര്യം. നിങ്ങൾക്ക് കിച്ചുവിനോട് എന്തെങ്കിലും ദേഷ്യമോ കാര്യങ്ങൾ നിങ്ങളെ കിച്ചു വിളിച്ചില്ല, നിങ്ങൾക്ക് അതിൽ വളരെയധികം സങ്കടം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സുധിച്ചേട്ടൻ അമ്മയെ വിളിക്കുക, അല്ലെങ്കിൽ കിച്ചുവിനെ വിളിക്കുക. നിന്നെ ഞാൻ ഇങ്ങനെ നോക്കിയല്ലേ, നിന്നെ ഞാൻ പട്ടിണി കിടന്നിട്ട് നിനക്ക് ഞാൻ ഫുഡ് തന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ആ കാര്യങ്ങൾ ചോദിക്കുക. അല്ലാതെ പബ്ലിക്കിൽ വന്നിട്ട് നിങ്ങൾ ബ്ലോക്ക് ആക്കിയിട്ടേക്കുവാണ്. ആ ചെറുക്കം വിളിച്ചാൽ കിട്ടത്തുമില്ല. നിങ്ങൾ ബ്ലോക്ക് ആക്കിയിട്ട് പബ്ലിക്കിൽ വന്നിട്ട് ഈ ഇന്റർവ്യൂവിൽ വന്നിട്ട് ഈ പ്രകസനം കാണിക്കുന്നതിന്റെ കാരണം എന്താണ്? നിങ്ങൾക്ക് ഈ കാണുന്ന ഏതെങ്കിലും ജനങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ മാറ്റുമോ, അല്ലെങ്കിൽ അവനെ കൊണ്ട് വിളിപ്പിക്കുമോ? കുറെ ആൾക്കാർ അവനെ കൊണ്ട് വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് സഖി കേട്ടിട്ട് ആ ചെറുക്കൻ വേറൊരു ഈ ഒരു സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെയാണ്, ഞാൻ അവരുടെ വീട്ടിലേക്കൊക്കെ പോയായിരുന്നു, അപ്പം എനിക്ക് കാണാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലൊക്കെ ആ ചെറുക്കൻ ഒരു വീഡിയോ ഇട്ടു. ഇപ്പം അതാണ് അമ്മയുടെ സബ്സ്ക്രിപ്ഷൻ കാരണമാണ് കിച്ചു വിളിക്കാത്തതെന്ന് പറയുന്നു. അവൻ എന്നോട് ഗുഡ് എന്ന് പറഞ്ഞാണ് ആ ഒരു സ്ക്രീൻഷോട്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന അത് വെച്ച് ജനറേറ്റ് ചെയ്തതാണ്. എന്തിനാണ് ഇങ്ങനെ കള്ളങ്ങൾക്ക് വേണ്ടി കള്ളങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അവസാനം ഇങ്ങനെ പൊട്ടിത്തെറി? നിങ്ങളെല്ലാം കൊറോണ സമയം ആയപ്പോഴത്തേക്ക്, സോറി ഗൈസ്, നിങ്ങൾക്ക് ക്യാൻസർ വന്ന സമയത്തേക്ക് ഈവൻ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ആരും നിങ്ങളെക്കുറിച്ച് ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത്. എങ്ങനെയെങ്കിലും ദൈവമേ ശത്രുക്കൾക്ക് പോലും ഈ ഒരു അസുഖം വരരുത്, എല്ലാ റിയാക്ഷൻ ചാനലുകളും അങ്ങനെയായിരുന്നു. ആരും നിങ്ങളെക്കുറിച്ച് ഒരു കാര്യങ്ങളും ചെയ്തില്ല. വളരെ സപ്പോർട്ടായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോസിൻ്റെ വ്യൂസ് കണ്ടാൽ തന്നെ ഇപ്പം നിങ്ങളൊന്ന് നോക്ക്. നിങ്ങൾക്ക് ആ ഒരു നല്ല കാര്യങ്ങൾ
കാണിച്ച് നിങ്ങൾ വ്യൂ ഉണ്ടാക്കാമായിരുന്നല്ലോ. നിങ്ങൾ എന്തിനാണ് ആ കുട്ടീനെ ഇങ്ങനെ ആക്കുന്നത്? അല്ലെങ്കിൽ ആ കുട്ടീനെ എന്തിന് നിങ്ങൾ ചവിട്ടി താഴ്ത്തുന്നത്? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത് ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പ്രാകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്നതും ഒക്കെ സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആത്മാവുണ്ടെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഉറപ്പായിട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള നിങ്ങൾക്ക് കിട്ടി. പക്ഷേ എങ്കിൽ കൂടിയും നിങ്ങൾക്ക് കിട്ടി, പക്ഷേ എങ്കിലും നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. അപ്പം ഇനി മനസ്സിലാക്കുന്ന രീതിയിൽ എന്തായാലും സുധി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആത്മാവെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ, ഈ റൂഹിയൊക്കെ പറയുന്ന പോലെ ആത്മാവെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരട്ടെ എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങൾ ആ ചെറുക്കനെ ഇട്ട് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലേക്കായിരിക്കുമല്ലോ സുധി എന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളെ എൻ്റെ ഭാര്യ ഉണ്ട് അല്ലെങ്കിൽ അവൾ ഉണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലായിരിക്കും അങ്ങേര് മരിച്ചപ്പോൾ പോലും മരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ആ ഒരു കുട്ടീനെ വളരാൻ പോലും സമ്മതിക്കാതെ കൊട്ടിപ്പറിക്കുന്ന നിങ്ങളുടെ ഈ കാര്യങ്ങൾ എന്തായാലും ആത്മാവെന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള കാരണങ്ങൾ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ, എങ്ങനെയെങ്കിലും മനസ്സിലാവട്ടെ. നിങ്ങളെ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല എന്നുള്ള കാര്യം നമുക്കിപ്പം മനസ്സിലായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്കൊരു കാര്യം നോക്കാം കേട്ടോ. ചിലർക്ക് ക്യാൻസർ ബാധിച്ചാൽ ഇങ്ങനെയാണ്, തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. പാവം ദൈവത്തിൻ്റെ ഓരോ വികൃതികൾ. കൊള്ളാം, കീമോ ഫലിച്ചു, ഫുൾ എനർജി തിരിച്ചു വന്നു. പോടി. ഓക്കെ, എന്തൊരു ജന്മം. നാളെ ഉറക്കം ഉണർന്ന് എഴുന്നേക്കുമോ എന്ന് ആർക്കും ഉറപ്പില്ല. അപ്പോഴാണ് അടുത്ത വർഷം എന്ത് ചെയ്യും. അത് സത്യമാണ് കേട്ടോ, സത്യമായൊരു കാര്യം. ഇപ്പം ഞാനാണെങ്കിൽ പോലും അങ്ങോട്ട് നടന്നു, നാളെ എനിക്ക് രാവിലെ എണീക്കാൻ പറ്റുമെന്ന് നമുക്ക് ഒരിക്കലും പറയാം. അതൊക്കെ ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, നിനക്ക് കാശില്ലെങ്കിൽ നിന്റെ ചേച്ചിയോട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങാൻ പറ, ക്യാഷ് കിട്ടും. വയ്യെങ്കിൽ അടങ്ങി ഒതുങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കൂ. നീ കാണിച്ചു കൂട്ടുന്നതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അസൂയയും അഹങ്കാരവും മൂത്ത് വട്ടായ സാധനം. യൂട്യൂബ് തുറക്കാൻ പറ്റുന്നില്ല. എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? നിങ്ങൾ ഇപ്പോൾ ആരും ഒന്നും പറയുന്നില്ലല്ലോ. നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്ത് ഓരോന്ന് പറയുമ്പോൾ അല്ലേ എല്ലാവരും നിങ്ങളെ പറയുന്നത്? ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇങ്ങനെയൊന്നും പറയാതെ നല്ലത് മാത്രം പറഞ്ഞും ചെയ്തും ജീവിക്കൂ. ഇങ്ങനെ എങ്ങനെ പറ്റുന്നു ഇപ്പോഴും ഇങ്ങനെ പറയാൻ? കഷ്ടം. പൊതുശല്യമാണ് ഈ സ്ത്രീ, ഇവൾക്ക് പ്രാന്താണോ? അങ്ങനെ ഫുൾ നെഗറ്റീവ് കമന്റുകളാണ് ഗൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതിന്റെ ബാക്കി വീഡിയോയും കൂടെ നിങ്ങളൊന്ന് പോയി കണ്ടു. മറ്റവളായിരിക്കും വിറ്റ് നടന്നത്, അല്ല ഇവന്റെ വീട്ടിൽ ഇവനെ വളർത്തിയതിന്റെ ഗുണമാണിത്. എന്നെ ഇന്റർവ്യൂ എടുത്ത് കുറെ നാൾ കഴിഞ്ഞ് ഇന്റർവ്യൂ എടുത്ത് അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക. നാണമില്ലല്ലോ നിനക്കൊക്കെ? അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക, ഇതിന്റെ സത്യാവസ്ഥ എന്നാന്ന് പറയാം. എന്ത് സത്യാവസ്ഥ? എന്റെ പറയാണ് അവര് 1 മാസമായിട്ട് നടന്നത്. ഞാൻ പറഞ്ഞ കാശിനാണ് ഇന്റർവ്യൂ എടുത്തത്, മനസ്സിലായോ? എനിക്ക് ആവശ്യമുണ്ട് കാശ്. എനിക്ക് ഒരുപാട് കാശിന് ആവശ്യമുണ്ട്. ഇങ്ങനെ തന്നെ ഞാൻ പ്രതികരിക്കും. കാരണം ഇത് പ്രതികരിച്ചതിനും ഇത് ചോദിച്ചതിനും ആങ്കറിന് തെറ്റ്, എനിക്കും എന്നെ അടിക്കണമെന്ന് കേട്ടിരുന്നത്. എടാ, ഇത് ഉണ്ടാക്കിയവനെ, നീ ആണാണെങ്കിൽ ഉണ്ടാക്കിയവനായിട്ട് ചെന്ന് അടിക്കണം. അതുകൊണ്ട് പറഞ്ഞ നായ്ക്കെട്ട് കൊടുക്കും. ദിദീസ് വേൾഡ് എന്ന് പറഞ്ഞ ഇപ്പൊ ഈ പറയുന്ന കൊണ്ട് മഞ്ഞത്തൊപ്പി വെച്ചാൽ നാണം കെട്ടവൻ. എടാ, നിന്നെ പറ്റി ഫുൾ ഡീറ്റെയിലും എന്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? നീ കൂടുതൽ നിന്റെ അടുത്ത് ഉണ്ടാക്കാൻ വരരുതേടാ, മനസ്സിലായോ? എടാ, നീ ബിഗ് ബോസിലായിരുന്ന ജാസ്മിൻ ജാഫറുമായിട്ട് കൂട്ടുകൂടിയിട്ട് അവര് ആ കുട്ടി ബിഗ് ബോസിൽ പോയപ്പോൾ നീ അവരുടെ വീട്ടിൽ പറ്റി കൂടിയിട്ട് അവരുടെ ലാപ്ടോപ്പിൽ നിന്നുള്ള കാര്യങ്ങൾ മുഴുവൻ മോഷ്ടിച്ചെടുത്തിട്ട് നീ പ്രചരിപ്പിച്ചുകൊണ്ടല്ലേടാ നാണം കെട്ടവനെ അവര് നിന്നെ അടിച്ചിറക്കിയത് ആ വീട്ടിൽ നിന്ന്. പിന്നെ ബീവി കള്ളി, മറ്റേ പൂതന മോളെ നീ എന്നെ പ്ലക്കിയോ? നിന്റെ ഐഡി നാണം കെട്ടവളെ. നീ ദുബായിലും മറ്റോടത്തും ഒക്കെ കിടന്നു കൊടുത്ത കഥകളൊക്കെ എനിക്ക് 1 by 1 ആയിട്ട് എനിക്ക് അറിയാടി. നീ എനിക്കെതിരെ കുറെ പെണ്ണുങ്ങളെ വെച്ചിട്ട് നിനക്ക് ഫോൺ വിളിപ്പിക്കുന്നത്. എടി നാണം കെട്ട നാശം പിടിച്ചവളെ, നീ എത്ര പേരെ വിറ്റിട്ടുണ്ടെന്നുള്ള കഥകൾ വരെ എനിക്കറിയാം. നീ കൂടുതൽ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ വരില്ല കേട്ടോടി ഷെഫിനോ മറ്റവളെ. നീ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ നീ പിടിച്ചു വെച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കോപ്പാടി. പുള്ളി മരിച്ചു, മനസ്സിലായി? ആ ബന്ധവും ഞാനങ്ങ് നിർത്തി. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ടുള്ള എനിക്കിനി അങ്ങനെ ഒരു ബന്ധമില്ല. എൻ്റെ കൊച്ചിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. എനിക്കിനി അങ്ങനെ ഒരു ബന്ധമില്ല. അതിലെന്ന് പറയുന്നവൻ ഇന്ന് കാർ എടുത്തില്ലേ? എടാ, എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശിന്റെ പകുതിയെങ്കിലും അതിനകത്ത് കാണും. ഇല്ല, നീ ചങ്കത്ത് നീ ആണാണെങ്കിൽ നീ എൻ്റെ മുന്നിൽ വന്ന് പറയണം നായിൻ്റെ മോനെ. അങ്ങനെ തന്നെ ഞാൻ വിളിക്കും. നിന്റെ മറ്റവളുണ്ടല്ലോ ബീവി, അവക്കൊതുക്കവായ. അവള് പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു എടി നാണം കെട്ട ഇത്രയുള്ള ഒരു മത്തലച്ചി. നിന്നെ അങ്ങനെ തന്നെ വിളിക്കും. നീ എന്നെ ബോഡി ഷെയിമിങ് ചെയ്യാമെങ്കിൽ നിന്നെ ഞാൻ ബോഡി ഷെയിം ചെയ്യും. മറ്റവളെ, കോണ്ടൂർ റിസോർട്ട് നീ വന്നത് നീ തീറ്റി തിന്നതും ഒക്കെ ഞാൻ അറിഞ്ഞു. മനസ്സിലായോ?
നീ എന്നിട്ട് എന്നെ ഇവിടുന്ന് എന്റെ വീട്ടുകാരെ ഇവിടുന്ന് ഇറക്കി എന്നെ ഇവിടെ നിന്ന് ഇറക്കിയിട്ട് നീ ഇതിന്റെ തൊട്ടപ്പുറത്തെ സ്ഥലം മേടിച്ച് നീ അങ്ങോട്ട് താമസിക്കും. നീ വാടി ഇങ്ങോട്ട്. നിന്നെയും കൂടെ പറഞ്ഞത് ഷെഫീന കള്ളി ബീവി. നീ ഒരു ഇസ്ലാമിന് ചേർന്നവളല്ല. എനിക്ക് മനോഹരമായിട്ടുള്ള വീട്, എന്റെ മോന് എന്റെ കുഞ്ഞിന്റെ ഒരു വീടുണ്ട്, അതിൽ ഞാൻ താമസിക്കുന്നു. എന്റെ കുഞ്ഞ് എന്നെ ഇറക്കി വിടുന്നോണ്ട് പിന്നെ ഞാൻ ഇവിടെ താമസിക്കും. അത് എന്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഓരോരുത്തരും എന്റെ വീട്ടുകാർ ഇവിടെ തന്നെ, എന്റെ ചേച്ചിയും ഫാമിലി ഇവിടെ തന്നെ താമസിക്കും. ആരും ഇറക്കി വിടണ്ട. ഒന്നിനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മുട്ടുകാർ ഞാൻ തല്ലി പിടിക്കും ഇറക്കാൻ വന്നു കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? എന്റെ സ്വഭാവം ഇപ്പൊ മനസ്സിലായല്ലോ. ഇന്റർവ്യൂ എടുത്തപ്പോഴത്തേന് അവരെ ഫോൺ വിളിച്ച്, നിനക്കൊക്കെ നാണമില്ല? എന്റെ മരുന്ന് മേടിക്കുന്ന മരുന്ന് തരുന്ന മെഡിക്കൽ കോളേജിൽ ചെന്ന് അവരെ ചോദ്യം ചെയ്യുന്ന നാണം കെട്ട വർഗ്ഗങ്ങളായി പോയല്ലോടാ. അതായത് നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടന്റ്? നാണമില്ലാത്ത വർഗത്ത് കെട്ട കുറെ വ്ളോഗർമാരെ. നീ എന്റെ വീടിന്റെ തൊട്ടടുത്ത്, എന്റെ വീട് എന്ന് പറഞ്ഞാൽ സുധീല എന്റെ വീട് തന്നെ, എന്റെ കൊച്ചിന്റെ വീട് എന്റെ വീട് തന്നെയാ. മനസ്സിലായോടി? നീ ഇവിടെ ചുളുവിന് ഒരാളെ നീ കറക്കിയിട്ട് നീ ഇവിടെ സ്ഥലം മേടിക്കാനിരുന്ന വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. കേട്ടോടി ഷെഫീന ബീവി നാണക്കെട്ട മറ്റവളെ, കള്ളി മറ്റവളെ. കള്ളും കുടിച്ച് കപ്പയിൽ നിന്ന വിവരമൊക്കെ ഞാൻ ഇവിടെ അറിഞ്ഞു. നിനക്ക് വരുന്നു വലിയ നരകശിക്ഷ. നിനക്ക് മുടിയാനായിട്ട് നരകശിക്ഷ തന്നെ വരുമടി. എടി എനിക്ക് ക്യാൻസർ ആണ്, എന്റെ നാക്കിന് ക്യാൻസർ ഇല്ല. നിനക്കൊക്കെ എന്നെ ദ്രോഹിക്കാം അല്ലേ? എനിക്കിതൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ? ഹലോ നമസ്കാരം. ഞാൻ പെട്ടെന്നൊരു വീഡിയോ അർജന്റായിട്ട് വന്നതാണ്. എനിക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകണം. കുറച്ച് 3 കീമോ കഴിഞ്ഞതിൻ്റെ അടുത്ത കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. CT സ്കാൻ എടുത്ത് നോക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിർണായക ഘട്ടം തന്നെയാണ് നമ്മൾ 3 കീമോ കഴിഞ്ഞത്. അത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടാണ്. ഞാനിപ്പം വന്നത് ഒരു അർജന്റ് കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളെ ആദ്യം വീഡിയോ കാണിക്കും. ഈ വിവി വേൾഡ് എന്നാണ് അവൻ്റെ പേര്. അവനെ തന്നെ പറയാം. ഇവനൊക്കെ എന്നെ അവനെന്ന് ഇവിടുന്നൊക്കെ വിളിക്കാൻ, ഇവനെയൊക്കെ അങ്ങനെ തന്നെ വിളിക്കാം. അങ്ങനെ തന്നെ ഞാൻ വിളിക്കുന്നുള്ളൂ. കിച്ചു രേണുവിനെ ഗർഭമാക്കിയോ എന്നാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? നിങ്ങൾക്ക് ഇത് എങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ സാധിക്കുന്നത്? വേറെ വല്ലവരുമാണോ ചെവുകുറ്റി അടിച്ചു പൊട്ടിച്ചാൽ നമ്മളെ കാര്യം പറയാലോ. ഒരു മകന്റെ പ്രായമുള്ള ഒരു പയ്യൻ. എടാ നാണം കെട്ടവനെ, എടാ വിവിവേടെ, ഇത് ചോദിച്ച ആങ്കറിനെ നീ അടിച്ച് പൊട്ടിക്കാൻ പോകുന്നത്. ഇത് കേട്ടോണ്ടിരിക്കുന്ന എന്നെ നീ അടിച്ചു പൊട്ടിക്കാൻ വരുന്നത്. എടാ നാണം കെട്ടവനെ. എടാ ഇത് ഉണ്ടാക്കിയവനെ നിനക്കറിയത്തില്ലേ? നിന്റെ കൂട്ടുകാരനില്ലേ അതുല, അവന്റെ ചെവിക്കലാണ് നീ ആദ്യം വീട്ടിൽ ചെന്ന് അടിച്ചു പൊട്ടിക്കേണ്ടത്. മനസ്സിലായോ? ഇത് ഉണ്ടാക്കിയവനെ നിനക്കറിയാലോ. നോക്കടാ, അവൻ എന്നെ ആങ്കറിനെ അടിച്ചു പൊട്ടിക്കാൻ വരുന്നല്ലേ? നീ നോക്ക്, ഗർഭമാക്കിയ കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സത്യം ഇത് നിന്റെ കൂട്ടുകാരനെ കണ്ണാടി വെച്ച 2 ഉണ്ടക്കണ്ണുള്ള അവൻ തന്നെയല്ലേ ഇട്ടേക്കുന്നത് അതുല്. അപ്പൊ ഇത് ഉണ്ടാക്കിയവനെ നിനക്ക് അടിക്കണ്ട. എന്നെയും കേട്ടോണ്ടിരുന്ന എന്നെയും ആങ്കറിനെ മാത്രം നിനക്ക് തല്ലിയാൽ മതി. എടാ ഇല്ലാത്തവനെ, നീ ആണാണെങ്കിൽ അവന്റെ ചെവിക്കൽ പറിച്ച് അടിക്കേണ്ടത്. ഇത് ഉണ്ടാക്കിയവൻ ഇവനാണ്, ഞങ്ങളാരുമല്ല. ആ പെൺകുട്ടി എന്നോട് ചോദിച്ചതാണോ? ഇത് എന്നെ പറ്റിയാണ് പറയുന്നത്. നീ വളർത്തുമകന്റെ കാര്യം പറഞ്ഞല്ലോ, ആണടാ എന്നെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് പ്രതികരിക്കണ്ടേ? ഇത് ഉണ്ടാക്കിയവൻ നിന്റെ കൂട്ടുകാരനാ, തൊപ്പി വെച്ചവനെ. നീ അവന്റെ മോന്തക്കുട്ടിക്കാണ് ചെന്ന് അടിക്കേണ്ടത്. അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവൻ അവനാണ്. ഓൾറെഡി ഈ നാശം പിടിച്ച അതുലിനെതിരെ ഓൾറെഡി ഒരു FIR കേസ് കിടപ്പുണ്ട്, അത് കോടതിയിലാണ്. എന്നിട്ടും ഇവൻ ഇങ്ങനെ തന്നെ, ഈ നാണമില്ലാത്ത നാശം പിടിച്ച നാശം കെട്ടവൻ ഇങ്ങനെ തന്നെ ഇവനെ പറയാം. നിങ്ങൾ ഇനി ഇതിന്റെ പേരിൽ എന്നെ എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ തന്നെ പറയും. ഈ നാണമില്ലാത്ത നായിന്റെ അങ്ങനെ തന്നെ പറയും. ഇവന് നാണമുണ്ടോ ഇങ്ങനെ എന്നെ ഈ ക്യാൻസർ ആയിട്ട് എന്നെ ഇവൻ വെറുതെ വിടുന്നത്? അടുത്തത് ശരീരം വിറ്റ കഥ അടക്കം പുറത്ത് വിട്ടെന്ന്. ഇവന്റെ വീട്ടിലെ മറ്റവളായിരിക്കും വിറ്റ് നടന്നത്. അല്ല, ഇവന്റെ വീട്ടിൽ ഇവനെ വളർത്തിയതിന്റെ ഗുണമാണിത്. ഇവന് നാണമുണ്ടോ ഈ കണ്ണാടിയും വെച്ചോണ്ട് ഈ നാണം കെട്ട നാശത്തിൽ ഇങ്ങനെ പറയാം? വേറെ അടുത്തുണ്ട്, അവളെ ഞാൻ പിന്നെ വെറുതെ വിട്ട്. അവൾക്ക് പത്തിയുടെ വാല് 12 കൊല്ലലിട്ടാലും അത് ഒരിക്കലും അത് നേരെയാകത്തില്ലെന്ന് പറഞ്ഞ ഒരുത്തിയുണ്ട്, ഒരു ഡാഷ് മോള്. അവളെ പിന്നെ വെറുതെ വിട്ട്. അവൾ എന്ത് വേണേലും പറയട്ടെ. പിന്നെ ഇന്റർവ്യൂ ചെയ്തതിനാണ് കുറ്റം. എടാ നീയൊക്കെ എന്നെ വിറ്റ് കാശാക്കുന്നില്ലേ? എടാ എനിക്കിപ്പം ഈ ചികിത്സയ്ക്ക് എനിക്ക് 2-2.5 ലക്ഷം രൂപയാണ് ഓരോ കീമോയ്ക്കും വേണ്ടത്. ഇനി 3 കീമോ കിടപ്പുണ്ട്. എനിക്കിവിടെ വന്നിട്ട് എനിക്ക് വരുന്ന ഇന്റർവ്യൂസും എനിക്ക് വരുന്ന ഫോട്ടോഷൂട്ടും ഞാൻ ചെയ്യും. നീ അല്ല പൈസ തരുന്നത്. ഞാനിവിടെ കിടക്കി എന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ് വരുന്നത് ഇവര്. എന്നെ ഇന്റർവ്യൂ എടുത്ത് കുറെ നാൾ കഴിഞ്ഞ് ഇന്റർവ്യൂ എടുത്ത് അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക. നാണമില്ലല്ലോ നിനക്കൊക്കെ? അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക. ഇതിന്റെ സത്യാവസ്ഥ എന്നാന്ന് പറയാം. എന്ത് സത്യാവസ്ഥ? എന്റെ പറയാണ് അവര് 1 മാസമായിട്ട് നടന്നത്. ഞാൻ പറഞ്ഞ കാശിനാണ് ഇന്റർവ്യൂ എടുത്തത്. മനസ്സിലായോ? എനിക്ക് ആവശ്യമുണ്ട് കാശ്. എനിക്ക് ഒരുപാട് കാശിന് ആവശ്യമുണ്ട്. ഇങ്ങനെ തന്നെ ഞാൻ പ്രതികരിക്കും. കാരണം ഇത് പ്രതികരിച്ചതിനും ഇത് ചോദിച്ചതിനും ആങ്കറിന് തെറ്റ്. എനിക്കും എന്നെ അടിക്കണമെന്ന് കേട്ടിരുന്നേ. എടാ ഇത് ഉണ്ടാക്കിയവനെ, നീ ആണാണെങ്കിൽ ഉണ്ടാക്കിയവനായിട്ട് ചെന്ന് അടിക്കണം. അതുലെന്ന് പറഞ്ഞ
നായ്ക്കിട്ട് കൊടുക്കും. ഗിവീസ് വേൾഡ് എന്ന് പറഞ്ഞ ഇപ്പൊ ഈ പറയുന്നതുകൊണ്ട് മഞ്ഞത്തൊപ്പി വെച്ചാൽ നാശം കെട്ട നാണം കെട്ടവൻ. എടാ നിന്നെ പറ്റി ഫുൾ ഡീറ്റെയിലും എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? നീ കൂടുതൽ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ വരരുതേടാ, മനസ്സിലായോ? എടാ നീ ബിഗ് ബോസിലായിരുന്ന ജാസ്മിൻ ജാഫറുമായിട്ട് കൂട്ടുകൂടിയിട്ട് അവര് ആ കുട്ടി ബിഗ് ബോസിൽ പോയപ്പോൾ നീ അവരുടെ വീട്ടിൽ പറ്റി കൂടിയിട്ട് അവരുടെ ലാപ്ടോപ്പിൽ നിന്നുള്ള കാര്യങ്ങൾ മുഴുവൻ മോഷ്ടിച്ചെടുത്തിട്ട് നീ പ്രചരിപ്പിച്ചുകൊണ്ടല്ലേടാ നാണം കെട്ടവനെ അവർ നിന്നെ അടിച്ചിറക്കിയത് ആ വീട്ടിൽ നിന്ന്. കള്ളത്തരം നീ പണ്ടേ ഈ കള്ളത്തരത്തിൽ നീ പറ്റിച്ച് ആൾക്കാരെ പറ്റിച്ച് കൂട്ടുകൂടി ഈ നാശം ഉണ്ടാക്കുന്നവനാണ്. നിന്നെ പണ്ടേ അറിയാം. നിന്റെ ഫുൾ ഡീറ്റെയിലും എൻ്റെ കയ്യിലുണ്ട് കേട്ടല്ലോ. കൂടുതൽ എൻ്റെ അടുത്ത് ചൊറിയാൻ വരരുത്, നാണം കെട്ട നാശം. അതിലെന്ന് പറയുന്നവൻ ഇന്ന് കാർ എടുത്തില്ലേ? എടാ എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശിന്റെ പകുതിയെങ്കിലും അതിനകത്ത് കാണും. ഇല്ല നീ ചങ്കത്ത് നീ ആണാണെങ്കിൽ നീ എന്റെ മുന്നിൽ വന്ന് പറയണം നായിന്റെ മോനെ. അങ്ങനെ തന്നെ ഞാൻ വിളിക്കുവനെ. എന്നെ പറ്റി എന്നാടാ ഞാൻ ശരീരം വിറ്റ് നിന്റെ വീട്ടിലുള്ളവരെയാടാ വിറ്റുണ്ടാക്കുന്നത്, ഞാനല്ല. നായിന്റെ മോനെ തന്നെ വിളിക്കും. പിന്നെ വൃത്തികെട്ട കുറെ നാളായി സഹിക്കുന്നു ക്ഷമിക്കുന്നു. നീയൊക്കെ ഞാൻ ക്യാൻസർ ആന്ന് പറഞ്ഞിട്ടും നിനക്കൊന്നും അടക്കമില്ലല്ലേ? അപ്പൊ എന്നെ വിറ്റ് നീയൊക്കെ ഉണ്ടാക്കി കാശ് കൊണ്ടല്ലേടാ കാറിനകത്ത് ഞെളിഞ്ഞു പോകുന്നേ മറ്റേ മോനെ. അവന്റെ പറയുന്നില്ല, നിന്നോട് തന്നെ ഈ പറയുന്നത്. ഇനിയിപ്പൊ ഞാൻ നായിന്റെ മോനെ, എടാ നായിന്റെ മോനെ എന്ന് വിളിച്ചാൽ തെറിയാണെന്ന് എനിക്ക് തോന്നില്ല. നിനക്ക് ഞാൻ അതിനുള്ള യോഗ്യതയുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ നിന്നെ വിളിക്കുന്നത്. നീ ഇതിന്റെ പേര് വ്ളോഗ് ഉണ്ടാക്കണ്ട. നീ കാറ് മേടിച്ചില്ല എന്നെ വിറ്റിട്ട്, നാണം കെട്ടവനെ. എന്നെ വിറ്റ എന്റെ വ്യൂസ് അല്ല നിനക്ക് എവിടെയാണോ വ്യൂസ് ഉള്ളത്? നാണമില്ലാത്തത് മറ്റേ മോനെ. ഇനിയെങ്കിലും നീ നിർത്തടാ മറ്റവനെ. നിന്റെ മറ്റവളുണ്ടല്ലോ ബീവി, അവക്ക് ഒതുക്കമായ. അവള് പിന്നെ ഇറങ്ങിയിട്ടുണ്ട് ഒരു എടി നാണം കെട്ട പറ്റ ഇത്രയുള്ള ഒരു മത്തലച്ചി. നിന്നെ അങ്ങനെ തന്നെ വിളിക്കും. നീ എന്നെ ബോഡി ഷെയിമിങ് ചെയ്യാമെങ്കിൽ നിന്നെ ഞാൻ ബോഡി ഷെയിം ചെയ്യും. മറ്റവളെ കോണ്ടൂര് റിസോർട്ട് നീ വന്നത് നീ തീറ്റി തിന്നതും ഒക്കെ ഞാൻ അറിഞ്ഞ്. മനസ്സിലായോ? നീ എന്നിട്ട് എന്നെ ഇവിടുന്ന് എന്റെ വീട്ടുകാരെ ഇവിടെ ഇറക്കി എന്നെ ഇവിടെ ഇറക്കിയിട്ട് നീ ഇതിന്റെ തൊട്ടപ്പുറത്തെ സ്ഥലം മേടിച്ച് നീ അങ്ങോട്ട് താമസിക്കും. നീ വാടി ഇങ്ങോട്ട്. നിന്നെയും കൂടെ പറഞ്ഞത് ഷെഫീന കള്ളി ബീവി. നീ ഒരു ഇസ്ലാമിന് ചേർന്നവളല്ല. നിന്നോടൊക്കെ ഞാൻ എരുന്നോടാ? നീയൊക്കെ എന്നെ വിറ്റ് കുറെ കാശുണ്ട്. നാണമുള്ളവനാണെങ്കിൽ നിന്നോട് ഞാൻ ഏറുന്നോ പൈസ? ഏറുന്നോടാ? ഇല്ലല്ലോ. ഞാൻ ഒരു മനുഷ്യനോട് വരുന്നില്ലല്ലോ. നിന്നെയൊക്കെ തെറി നായിന്റെ മോനെ നല്ല വിളിക്കേണ്ടത്. വളർത്തിയതിന്റെ ഗുണമാണ്. നിനക്കൊക്കെ എന്തു എന്നെ വിളിക്കാം. മറ്റേ മോളെ മറിച്ച മോളെ ശരീരം വിൽക്കുന്നവളെ മറ്റേ കളിക്കാരി ഇതൊക്കെയല്ലേ നീ മറ്റേ മോളെ മറിച്ച മോളെ. ഇപ്പോഴും നീയൊക്കെ എന്നെ ഇങ്ങനെ തന്നെയല്ലേ വിളിക്കുന്നത്. അപ്പൊ നിന്നെയൊക്കെ അതിന്റെ അപ്പുറം ഞാൻ വിളിക്കും. വൃത്തികെട്ടപ്പന്നെ അങ്ങനെ തന്നെ നീയൊക്കെ കൊണ്ടാക്കുകൊണ്ട് വൃത്തികെട്ട നാശങ്ങള്. ഇപ്പോഴും അവൻ വളർത്തുമകൻ എന്തുവാ ഗർഭിണിയാക്കിയത് നീ തന്നെ തമ്പിലിൽ കൊടുത്തിട്ട് അതിന് മാത്രം ആർക്കും കുറ്റമില്ല. ഞാനത് കേട്ടതിനും അതിന് ഉത്തരം പറഞ്ഞതിനുമാണ് കുഴപ്പം. എടാ എന്നെ സംബന്ധിക്കുന്ന കാര്യമാണ് അത്. അപ്പൊ എനിക്ക് സംസാരിച്ചല്ലേ പറ്റത്തുള്ളൂ. നീ നിന്റെ അമ്മച്ചി വന്ന് സംസാരിക്കും അതിനകത്ത്. രേണുസുതി ഇങ്ങനെ നടന്നപ്പം ആൽബം ചെയ്തപ്പോൾ അതിന് തെറ്റ്. ഞാൻ യൂട്യൂബ് ചാനൽ ക്യാൻസർ വന്ന് പോട്ടെ, മനുഷ്യനല്ലേ. ക്യാൻസർ വരാം, ക്ഷയം വരാം, കുഷ്ഠം വരാം. ക്യാൻസർ ആണെന്ന് മനസ്സിലായല്ലോ. ക്യാൻസർ രോഗത്തിൽ നിന്ന് ഞാൻ എന്തായാലും അടുത്ത വർഷം ഈ സമയമൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, സിനിമയും ആൽബവും ഇനോഗ്രേഷനും ഒന്നുമില്ലെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്ത് ഞാൻ ജീവിക്കും. ഞാൻ ബിസിനസ്സിന് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? ഞാനത് മുന്നോട്ട് ഞാൻ ഇപ്പം ഇല്ല, ഇതൊന്നും ഞാൻ എഴുന്നേക്കട്ടെ. ഇപ്പം എഴുന്നേക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് ഞാൻ ബിസിനസ് ചെയ്യാത്ത സ്ഥലം മേടിക്കാത്തതൊക്കെ. പിടികിട്ടിയോ? ഒന്നും മേടിക്കുന്നില്ലെന്നല്ല, എല്ലാം ഞാൻ പതുക്കെ മേടിക്കും. മനസ്സിലായോ? ഇപ്പം എനിക്ക് മനോഹരമായിട്ടുള്ള വീട്, എൻ്റെ മോന് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വീടുണ്ട്, അതിൽ ഞാൻ താമസിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് എന്നെ ഇറക്കി വിടുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ താമസിക്കും. അത് എൻ്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഓരോരുത്തരും എൻ്റെ വീട്ടുകാർ ഇവിടെ തന്നെ, എൻ്റെ ചേച്ചിയും ഫാമിലി ഇവിടെ തന്നെ താമസിക്കും. ആരും ഇറക്കി വിടണ്ട. ഒന്നിനും ഇവിടെ വന്നു കഴിഞ്ഞാൽ മുട്ടുകാർ ഞാൻ തല്ലി പിടിക്കും ഇറക്കാൻ വന്നു കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? എൻ്റെ സ്വഭാവം ഇപ്പം മനസ്സിലായല്ലോ. എനിക്ക് ഇതിനകത്തുള്ള നെഗറ്റീവ് കിട്ടിയിട്ട് ഒരു പ്രശ്നവുമില്ല. നെഗറ്റീവ് കിട്ടി എനിക്ക് എല്ലാം ഞാൻ പൂമാല പോലെ ഞാൻ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ഇന്റർവ്യൂ എടുത്തപ്പോഴത്തേന് അവരെ ഫോൺ വിളിച്ച് നിനക്കൊക്കെ നാണമില്ല. എൻ്റെ മരുന്ന് തരുന്ന മെഡിക്കൽ കോളേജിൽ ചെന്ന് അവരെ ചോദ്യം ചെയ്യുന്ന നാണം കെട്ട വർഗ്ഗങ്ങളായി പോയല്ലോടാ. അതായത് നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടന്റ്? നാണമില്ലാത്ത വർഗത്ത് കെട്ട കുറെ വ്ളോഗർമാരെ നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടന്റ്? മാറ്റിപ്പിടിക്കാൻ സമയമായില്ലേടാ, മാറ്റിപ്പിടിക്കടാ. പിന്നെ ഒരു കാര്യമുണ്ട്, നീയൊക്കെ ഇങ്ങനെ പറയുന്നതുകൊണ്ട് രേണുസുതി എപ്പോഴും രേണുസുതി എന്നുള്ള പേര് എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നത് നീയൊക്കെ